ഞാൻ ആക്ച്വലി നേരത്തെ എറണാകുളത്ത് വെച്ച് ഷോ നടന്നപ്പോഴേക്കും ഞാൻ കണ്ടില്ലായിരുന്നു. നല്ല ടെൻഷൻ കാരണം പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഇന്നാണ് ശരിക്കും ഓഡിയൻസിനോട് മോഹൻലാൽ ടെൻഷനാണ്. പുള്ളി ഡയറക്ടേഴ്സ് ടെൻഷൻ, ഇത് ഹീറോയുടെ ടെൻഷൻ, അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്തതിൻ്റെ പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെൻഷൻ കാരണം പുറത്ത് വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ആൾക്കാർ അത്യാവശ്യം റിസീവ് ചെയ്തെന്ന് തോന്നിയപ്പോഴേക്കും ഇപ്പോൾ ധൈര്യം വന്നു. ഇന്നിപ്പോ ഓഡിയൻസിന്റെ കൂടെ കുറേ സ്ഥലങ്ങൾ എനിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത സാധനങ്ങൾ കറക്റ്റ് വർക്കൗട്ട് ആയ പോലെയും തോന്നിയിട്ടുണ്ട്. ചില സാധനങ്ങൾ വർക്കൗട്ട് ആയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ കുറേ സ്ഥലങ്ങൾ അത് ഓരോ സ്ഥലത്തും ഓരോ സ്ഥലങ്ങളിൽ വർക്കൗട്ട് ചെയ്ത പോലെ തോന്നിയിട്ടുള്ളത്. പക്ഷേ ഓവറോൾ ഫിലിം മൊത്തത്തിലൊരു ഗ്രിപ്പിംഗ് ഉള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആൾക്കാരുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കുറേ ഇൻറ്റിമേറ്റ് ആയ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ഇന്ന് സിനിമ കണ്ടത്. അപ്പോൾ അവരോടൊപ്പം കണ്ടപ്പോൾ അവരുടെ റെസ്പോൺസ് കണ്ടപ്പോഴേക്കും നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഹാപ്പിയാണ്. നല്ല ക്യാരക്ടർ എത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമകളിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇപ്പം മിന്നാമിനിങ്ങാണ് എൻ്റെ ലാസ്റ്റ് ഫിലിം, ഹീറോ എന്നുള്ള സാധനം. അപ്പോൾ ജിജോയെ ഞാൻ ഇങ്ങനെ അപ്രതീക്ഷിതമായി പരിചയപ്പെട്ടതാണ് ഡയറക്ടറെ. അപ്പോൾ പുള്ളി ഇങ്ങനെ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു വേഷം തരാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തു ഈ സിനിമയെക്കുറിച്ചും ഈ ജെറിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചപ്പോഴേക്കും ഒത്തിരി നമ്മൾ ട്രാവൽ ചെയ്തപ്പോഴേക്കും ഞാൻ ഈ ജെറിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. വാചാലിനെ ഡയറക്ടർ എന്നോടും പറഞ്ഞു കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ജെറി എന്നുള്ള ക്യാരക്ടർ എന്താണെന്നും ഒക്കെ സംസാരിച്ചപ്പോഴേക്കും എനിക്ക് ഈ ജെറി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 2-3 ആഴ്ച ഒരുമിച്ച് ചായ കുടിയും ഡിസ്കഷനും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഡയറക്ടർ ജിജോ തന്നെ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് കാണാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരി കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ കണ്ട് ചായ കുടിച്ചിട്ട് എന്നോട് ചോദിച്ചു എൻ്റെ പടത്തിൽ ജെറി ആവാമോ എന്ന് ചോദിച്ചു. ലൊക്കേഷനിൽ കുട്ടികളോടൊപ്പം പെർഫോം ചെയ്ത സമയത്ത് എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളോ? അല്ല, ഇതിൽ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ ലൊക്കേഷൻ നമ്മൾ ഷൂട്ട് തുടങ്ങിയ മുതൽ എന്നെയും ഇതിൽ നായികയാണ് അപ്പനും അമ്മയായിട്ട് കണ്ടത്. പിന്നെ സ്വന്തം അപ്പനും അമ്മയുടെ അടുത്തും പോകുന്നില്ല. സാധാരണ ഈ കുട്ടി രാവിലെ അമ്മയുടെ അടുത്ത് അമ്മയെ ഉമ്മ വെച്ചിട്ട് വരും, തിരിച്ച് ഉമ്മ കൊടുക്കുന്ന ആളാണ്. ഈ ഷൂട്ട് തീരുന്നവരെയും നമ്മുടെ നായികയാണ്. അങ്ങനെ പറയാൻ വേണമെങ്കിൽ ചുള്ളിയുടെ അച്ഛനായെന്ന് പറയാം. ഞാൻ എൻജോയ് ചെയ്തു ഒരുപാട്. അത്രയും ദിവസത്തെ ഒരു 27 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും ഭയങ്കര രസമായി, ഭയങ്കര ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ എനിക്ക് ഉണ്ടാവാൻ പറ്റി. അത് വലിയ കാര്യമാണ്. ആക്ച്വലി ഒരു ഫ്രണ്ടിൻ്റെ ഫിലിം എന്നുള്ള രീതിയിലാണ് ഞാനത് കാണാനായിട്ട് വന്നത്. പക്ഷേ ഈ ഫിലിം കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക, എനിക്ക് ഒത്തിരി എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി ഇഷ്ടമായി. പ്രത്യേകിച്ചും പിന്നെ അതിലെ ഓരോ കഥാപാത്രം ഈവൻ നമുക്ക് ഒന്നും കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത്രയും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല അഭിനയമാണ്. എന്താ പറയുക, സ്റ്റോറിയും കൊള്ളാം, അഭിനയം കൊള്ളാം. എനിക്ക് അപ്പോഴും അത് കണ്ടുവന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ദൃശ്യം ഫിലിമിൽ നമ്മൾ ദൃശ്യം ഫിലിം കാണുന്നില്ലേ, അതിൽ മോഹൻലാലിൻ്റെ അഭിനയം നമ്മൾ മോഹൻലാലായപ്പോഴത്തേക്കും ആ ഫിലിം അത്രയും ഇഷ്ടത്തോടു കൂടി കണ്ടു. പക്ഷെ ഈ സുരേഷ് പ്രേം നമുക്ക് അധികം അറിയപ്പെടാത്ത ഒരാളായിരിക്കാം. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ചില ഫിലിംസിലൊക്കെ ആയിട്ട് വന്നു പോയ ഒരാളായിരിക്കാം. അപ്പോൾ അത്രയും അറിയപ്പെടാത്ത ഒരാളായതുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ലാലേട്ടനെ പോലെ അല്ലെങ്കിൽ മമ്മൂക്കായെ പോലെയൊക്കെ അധികം അറിയാത്ത ഒരാളായതുകൊണ്ട് ഇത് അത്രയും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഫിലിമിൽ ഡോക്ടർ സുരേഷ് പ്രേം അഭിനയിച്ച ആ ഒരു പാട്ട് നമ്മുടെ ലാലേട്ടനായിരുന്നു അഭിനയിച്ചെങ്കിൽ ഇത് ദൃശ്യം നമുക്ക് കൊണ്ടെത്തിച്ചില്ലേ, ആ ഒരു ലെവലിലോട്ട് ഇത് കൊണ്ടുപോകും. എന്ന് വെച്ചാൽ അത്രയും നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്നുണ്ട്. പിന്നെ നോർമലി ഇതൊരു ജീവിതം തന്നെ പറയാം. നമ്മൾക്കൊരു സിനിമ കാണുന്ന ഒരു പ്രതീതിയല്ല ഇത്. നമ്മൾ കാണുന്നത് നമുക്കൊരു മടുപ്പില്ല. എന്ന് വെച്ചാൽ നമുക്ക് സമയമായി ബോറാണ് അല്ലെങ്കിൽ ഇത് തീർന്നില്ലല്ലോ എന്ന് തോന്നത്തില്ല. നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഒരുപാട് മൈനസസ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് തിരിച്ചറിയാൻ ഹസ്ബൻഡും കൂടെ ഒരുമിച്ചിരുന്നാൽ ചിലപ്പം അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ തോന്നുന്നത്. സൈക്കോളജിക്കലി ട്രീറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണിത്. അപ്പോൾ അതിനൊരു വ്യത്യാസം കൊടുക്കാൻ സാധിക്കും. നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ്, നമുക്ക് എവിടെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, നമ്മൾ എന്തൊക്കെ ഭീഷണികളാണ് നമ്മുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് നമ്മുടെ സ്നേഹം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് ലാപ്ടോപ്പിലോ നമ്മുടെ ഫയലിലോ നമ്മുടെ ഓഫീസിലോ ഒന്നുമല്ല, അതിനൊക്കെ അപ്പുറത്തുള്ള നമ്മുടെ ജീവിത പങ്കാളിയുടെയും കുട്ടികളുടെയും നമ്മുടെ കുടുംബത്തിലാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ചിരിക്കുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന വെച്ചിട്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പോൾ ആ കഥയെ അങ്ങനെ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളത് ആരും പറയാത്തൊരു കഥയാണ്. ഇതുവരെ നിങ്ങൾ സിനിമയിൽ ഇതിനകത്തുള്ള പല വിഷ്വൽസും കണ്ടിട്ടുണ്ടാവില്ല, അതാരും കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ എന്താണോ ഈ പ്രേക്ഷകരുടെ റിയാക്ഷൻസ് ഞാൻ പ്രതീക്ഷിച്ചത്, ആ കറക്റ്റ് റിയാക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഞാൻ തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം എൻ്റെ ഒരു ഫസ്റ്റ് വർക്കിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഇമ്പാക്റ്റ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റി. ആ സൈക്കോളജിക്കലി ഞാൻ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ആണല്ലോ എന്ന് തോന്നുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു സന്തോഷം തോന്നി. சரி, இப்போ நாட்டுக்கு போகிறதுக்காக திரும்பி ஒரு டிஸ்கஷன் முடிச்சுட்டு வரும்போது நான் ஒரு படம் பார்க்கலான்னு வந்தேன். சரி, இந்த போஸ்ட் டிசைன்லாம் பார்த்து இந்த டைட்டில் பார்த்தோன்னே எனக்கு ரொம்ப பிடிச்சிருந்தது. சரி, ஒருவேளை இந்த கதை டிஃப்ரெண்ட்டாக இருக்குன்னு மனசு தோணுச்சு. அதேமாதிரி வந்து படம் பார்த்தேன்.
உண்மையிலேயே சூப்பர் ஸ்கிரிப்ட், நல்ல ஒரு சென்டிமெண்ட்டான ஒரு மூவி இதில். ஆனால் கண்டிப்பாக இந்த படம் தமிழில் வந்தால் நிச்சயமாக இது வந்து இங்கேயோட தமிழில் இந்த படம் கண்டிப்பாக ஒரு சூப்பர் ஹிட் ஆகிறதுக்கு வாய்ப்பு இருக்குது.